നീ കാരണമായിട്ട് നിന്റെ പെഞ്ഞായുടെ കണ്ണിൽ തന്നെ വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ അണ്ടിൽ പിന്നായിട്ട് ഇക്കുറിന്റെ ജീവിതത്തിൽ നാശപറവ് കൊണ്ടോ ആരില്ലാണ്ടില്ല കിട്ടിയങ്ങൾ മുന്നോളൂ പെഞ്ഞായുടെ പറയിടോ പെഞ്ഞായുടെ പറവാക്കടോ പെഞ്ഞായുടെ മര്യാദ എടുക്കണോ എന്റെ ഉമ്മ ഉള്ളാറല്ലേ അവൾ സാധാരണ പെണ്ണല്ല അല്ലെങ്കിൽ നിന്റെ ബാപ്പുണ്ടല്ലേ അയലത്ര എടുത്തിട്ട് മനുഷ്യ ആരില്ല ചെന്നിട്ട് സ്വന്തം മക്കളൊട്ടികമേ പരസ്പര ദൂരങ്ങന്തോ കൊറിയ ഉമ്മാപ്പ ഉള്ളാറ് മൊബൈൽ ഇല്ലാണ്ട് ഭയത്തിക്ക് തിന്നടങ്ങത്തെ എത്ര മക്കൾ ഞങ്ങൾ ഔത്തുള്ളാറുള്ള എന്തോ അങ്ങ് പെത്തിട്ട് വരുമ്പോ 17 Pro Max പിടിച്ചോണ്ട് വന്നവാ അല്ല ഉസ്താദ് അങ്ങ് മൊബൈൽ കൊടുത്തെങ്കിൽ മാത്രമേ ഭയത്തിക്ക് തിന്നിട ഇല്ലെങ്കിൽ ഭയത്തിക്ക് തിന്നില്ല നഗ എന്താക്കണോ അല്ല ഉമ്മ ഈ ആദത്ത് പടിപ്പാട്ടി കൊടുത്താറ് നഗല്ലേ മക്കളോട്ട് ചെല്ലവല ഇതല മൊബൈൽ ഒത്തണ്ടല കളിക്കണ്ടല ഇയാള 24 ഗಂಟೆ മൊബൈൽ തോണ്ടിയോണ്ടേ ഇക്കടെ എല്ലാത്തെയും നിക്കുവേന്മായിട്ട് വിട്ടുവന്നങ്ങനത്തെ പെഞ്ഞായിടോ ചന്തത്തിൽ നോക്കനായത് നിന്റെ കടമയായിട്ട് ഇക്കട് സുബ്ഹാനല്ലാഹ് ഞാൻ ഇടിച്ചിട്ട് പോയ കുഞ്ഞാണ്ട് നിശാനാശൽങ്ങനത്തെ പാവപ്പെട്ട പെണ്ണോട് കൊന്നിട്ട് വിട്ടാറ് അള്ളാഹു ആ പെണ്ണു മോൽകു മഗ്ഫിറത്ത് കൊടുക്കട്ടെ ഈ രൂപത്തിൽ എത്ര പെണ്ണുമക്ക മങ്ങിലായിട്ട് പോയിട്ട് മാപ്പിളുടെ ഔത്തിലു നെമ്മതിയില്ലാണ്ട് ജീവിക്കിടങ്ങയ്ക്കുവാർ ഒരു ഭാഗത്തിൽ കാക്കമാമി സമയില്ലാണ്ട് കണ്ടെങ്കിൽ മാപ്പിള സമ വേണ്ടേ കാലി മക്കുകുബേന്മായിട്ട് അല്ലെങ്കിൽ നാന് ജീമയെടുത്തിട്ട് പോയാണ്ട് കണ്ടെങ്കിൽ നാല് ആഖിറത്തില് കാലാകാല നരകത്തില് പോലുനായിട്ട് ബറൂ ചെന്നിട്ട് സ്വബൂറാക്കിട്ട് ജീവിക്കണ എത്ര പെണ്ണുമക്ക ഞങ്ങളെ കൂട്ടത്തിലുള്ളാറ് പെങ്ങളെ നീ വർക്കവും ബേജാറാവുക പോകണ്ട എന്തേ കാരണം ബഹദിയായ ബിവി ആസിയ റളിയല്ലാഹു അൻഹാ ഫിർഔന്റെ കൊട്ടാരത്തിലിരിക്കുമ്പോ എത്ര സ്വബൂറ് പട്ര എത്ര കഷ്ട ബന്നറാ ആ എല്ലാ കൂലിയും നിക്ക് കിട്ടുക പോകുന്നുണ്ട് മഹാന്മാർ എനിക്ക് പടിപാട്ടിട്ട് തന്നാറ് എങ്കിലും നാ ചെല്ലട്ട നിന്റെ കാരണം കൊണ്ടിട്ടു നിന്റെ പെഞ്ഞായുടെ കണ്ണിൽ ഒരുക്കവും തന്നി പറകു തീറാ നീ കാരണമായിട്ട് നിന്റെ പെഞ്ഞായുടെ കണ്ണിൽ തന്നി വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ അണ്ടിൽ പിന്നായിട്ട് ഇക്കുറിന്റെ ജീവിതത്തിൽ നാശപറകു പോണ്ടോ അതുകൊണ്ടിട്ട് ഒരുക്കവും അങ്ങനെ ആവുക തീറാ അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ പിന്നെ പെരിയ മാപ്പിളമാറുള്ളാറ് ആരില്ലാണ്ടില്ല കിട്ടിയങ്ങൾ മുന്നോളൂ പെഞ്ഞായിടോ പറയിടോ പെഞ്ഞായിടോ പറവാക്കടോ പെഞ്ഞായിടോ മര്യാദ എടുക്കണോ അങ്ങനെ ആക്കുക തീരാ അങ്ങനെ ഒരു മനുഷ്യന്മാരല്ലേ ആർക്കും ഒരു അഭിമാനാണ്ട് ചെല്ലുന്നുണ്ടല്ലേ അതായിട്ട് ഇക്കട് പരിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ അല്ലാഹു ചൊന്നു ഹുന്നാ ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്നാ നിങ്ങൾ പെഞ്ഞായിമാർ നിങ്ങൾക്ക് ഒരു വസ്ത്രം ഇന്നതുപോലെ ആയിട്ട് ഇക്കട് ഇതുപോലെ നിങ്ങൾ പെഞ്ഞായിമാർക്ക് ഒരു വസ്ത്രം ഇന്നതുപോലെ ആയിട്ട് ഇക്കട് അതെന്തോ വസ്ത്രാണ്ട് ചെന്നോ നിങ്ങൾ നോക്കൂ ഞങ്ങൾ ഒരു ഡ്രസ് ഇട്ടാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ശരീരത്തെ ഉൽഗുള്ളങ്ങനത്തെ കുറവിടോ ആ ഡ്രസ് എങ്ങനെ മുച്ചിട്ട് മേക്കടാ ഇതുപോലെ മാപ്പിള പെഞ്ഞായിമാരുണ്ട് ചെന്നെങ്കിൽ ഉൽഗുള്ളങ്ങനത്തെ കുറവിടോ പറഞ്ഞത് പാടകു തീരാ അങ്ങനെ പരസ്പരാതെ മറച്ച് മേക്കടോ ഉണ്ടായിട്ട് പരിശുദ്ധമായിട്ടുള്ള ഖുർആനിന്റെ സന്ദേശ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ വേറെ മനുഷ്യന്മാരുള്ള സ്വന്തം മക്കളൊട്ടികമേ മാപ്പിളുടെ ദൂരം അല്ലെങ്കിൽ സ്വന്തം മക്കളൊട്ടികമേ പെഞ്ഞായിരോ ദൂരം നിന്റെ ഉമ്മ ഉള്ളാലല്ലേ അവള് സാധാരണത്തെ പെണ്ണല്ല അല്ലെങ്കിൽ നിന്റെ ബാപ്പ ഉണ്ടല്ലേ അയലത്ര എടുത്തിട്ട മനുഷ്യ ആരില്ല ചെന്നിട്ട് സ്വന്തം മക്കളൊട്ടികമേ പരസ്പര ദൂരങ്ങന്തോ കൊറിയ ഉമ്മാപ്പ ഉള്ളാറ് പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരുക്കവും അങ്ങനെ ആവുക തീരാ ഇതുകൊണ്ടിട്ട് ഉണ്ടാവുടങ്ങനത്തെ സമസ്യ ഒന്നു ചണ്ടല്ല ഇത് കേട്ടിട്ട് നിങ്ങളോ മക്കൾക്ക് നിങ്ങമേ വില്ലനായിട്ട് പോവാറ് രണ്ടാമത്തേത് നിങ്ങളോ മക്കളോ മാനസിക ಬೆಳವಣಿಗೆಗೆ ധಕ್ಕೆ ഉണ്ടാക്കരുത് ചിലപ്പാങ്ക് നാണ് പഠിച്ചിട്ട് വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തണോ ചെന്നിട്ട് ആശ വെച്ചിട്ട് ജീവിക്കണോ മക്കായിട്ട് ഔത്തിലുള്ള അങ്ങനത്തെ ഈ ഒരു അവസ്ഥ എല്ലാ നാളും കേട്ടിട്ട് അങ്ങ് ഡിപ്രഷനുക്ക് പോവാറ് കിന്നത്തേക്ക് പോവാറ് അതൊക്കെ ഞങ്ങൾ വർക്കവും കാരണാവുക തീരാ മൂന്നാമത്തേത് നിങ്ങളെ കണ്ടിട്ടല്ലേ നിങ്ങളെ മക്ക പഠിക്കറോ നാളെ നിങ്ങൾ മോന് മങ്ങിലായാണ്ട് കണ്ടെങ്കിലും നിങ്ങളെ മോള് മങ്ങിലായാലുണ്ട് കണ്ടെങ്കിലും അങ്ങനെ ജീവിതത്തില് ദാമ്പത്യ ജീവനത്തില് വർക്കവും
പിന്നെ നെമ്മതി ചെല്ലത് പറയാല കാരണം നിങ്ങളെ കണ്ടിട്ടല്ലേ അങ്ങ് ബലിയായിട്ട് പോയോ. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഈ രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു വേണ്ടാത്ത സ്വഭാവം ഞങ്ങളെ ജീവിതത്തിൽ ഇക്കു തീരാ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സലാമത്താക്കി തരട്ടെ. പിന്നെ എങ്ങനെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ബൽത്തനായോ കാല് ഉപദേശിച്ചത് കൊണ്ടായില്ല. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ എന്ത് ഉപദേശിക്കണമാ അത് ഞങ്ങളെ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഇരിക്കുമ്പോ മാത്രമേ മക്ക അത് കണ്ടിട്ട് പഠിക്കറോ. ഇതങ്ങനല്ല, മക്കളൊട്ടു ചെല്ലൂല, ഇതല്ല മൊബൈൽ ഒത്തണ്ടല്ല, കളിക്കണ്ടല്ല. ഇയാൾ 24 ಗಂಟೆ ಮೊಬೈಲ್ തോണ്ടിയോണ്ടേ ഇക്കടെ എന്തിരെ വർക്ക് ഫ്രം ഹോമാ അല്ല, ബിസിനസ്സാ അല്ല, ഇയാൾ കാല് 24 ಗಂಟೆ യൂട്യൂബിൽ റീൽസ് സ്ക്രോൾ ആക്കിയോണ്ടേ ഇക്കടെ. മക്കൾക്ക് പറഞ്ഞിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ മക്ക അത് കണ്ടിട്ട് പഠിക്കാണ്ട് ദയിക്കുവാറാ. അതുകൊണ്ടിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ബാപ്പമാരെ, മക്ക കേട്ടിട്ട് പഠിക്കുന്നതിനെ കാട്ടി യാറെ കണ്ടിട്ടായിട്ട് ഇക്കട് പഠിക്കുറോ. ഒരു ഉമ്മാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തിനാ കൊണ്ടുണ്ടാ മഹാനായിട്ടുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹു ചന്ത് ഒരു ഉമ്മാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇൽമും അദബുമായിട്ട് ഇക്കട്. ഇത് കൊടുത്തെങ്കിൽ മാത്രമേ നാളെ മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ മക്ക ഞങ്ങളെ ഉപകാരത്തിന് ബറുവാറത്രേ. ആസ്തിയാക്കിട്ട് അന്തസ്താക്കിയത് കൊണ്ടിട്ട് നാളെ നീ ഖബറിൽ രക്ഷപ്പെടണമുണ്ടില്ല. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. നിങ്ങൾ നോക്കൂ, മൊബൈൽ ഇല്ലാണ്ട് ഭയത്തിക്ക് തിന്നിടങ്ങനത്തെ എത്ര മക്ക ഞങ്ങൾ ഔത്തുള്ള എന്തോ അങ്ങ് പെത്തിട്ട് വരുമ്പോ 17 Pro Max പിടിച്ചോണ്ട് വന്നവാ. ഞങ്ങളെ മക്കളോ ಬೆಳಕಾಕಿರೋದ್ರೊಟ್ಟಿಗೆ ഞങ്ങളെ ആരോഗ്യത്തെ മേലെ ഞങ്ങൾ വലിയ ഉൽമാക്കിയോണ്ടുള്ള വലിയ അക്രമാക്കിയോണ്ടുള്ള. അല്ല ഉസ്താദ്, അങ്ങ് മൊബൈൽ കൊടുത്തെങ്കിൽ മാത്രമേ ഭയത്തിക്ക് തിന്നിട, ഇല്ലെങ്കിൽ ഭയത്തിക്ക് തിന്നില്ല ഞങ്ങ എന്താക്കിടോ. അല്ല ഉമ്മ, ഈ ആദത്ത് പടിപ്പാട്ടി കൊടുത്താറ് ഞങ്ങല്ലേ. ഞങ്ങ ആദത്താക്കിയത് കൊണ്ടിട്ടല്ലേ മക്ക സ്ക്രീനിക്ക് എഡിറ്റ് ആയിട്ട് പോയോ. ഇതുകൊണ്ടിട്ട് ഒരുപാട് സമസ്യകൾ ഉണ്ടാവും. ഒന്നാമത്തേത് ഞങ്ങ റിസ്ക് റൊട്ട് കാട്ടങ്ങനത്തെ ഒരു മര്യാദയല്ല, ഒരു അദബല്ല. രണ്ടാമത്തേത് മക്ക ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് തിണ്ടോണ്ടിരിക്കുമ്പോ ആ തിനസര മേലാക്ക് ഒരു ഏകാഗ്രത ഇക്കില്ല, കോൺസെൻട്രേഷൻ ഇക്കില്ല, കാലി മൊബൈലിന്റെ മേലിക്കിട് ആയതുകൊണ്ടിട്ടു അങ്ങ് ചിലപ്പോ വയറിനും ബലം ഉണ്ടാവും, ഗ്യാസ്ട്രിക് സമസ്യ ഉണ്ടാവും, ഡൈജഷൻ പോലും സമപോവാത്തങ്ങനത്തെ അവസ്ഥ ഞങ്ങള് മക്കുണ്ടാവും. ഇത് ഞങ്ങൾ മക്കളൊട്ട് കാട്ടങ്ങനത്തെ വലിയ ഉൽമായിട്ടിക്കട്. ഇങ്ങനത്തെ ഒരുപാട് സമസ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിട്ടിക്കട് മക്കു പാരന്റ്സ് മാറിട്ടുള്ള അങ്ങനത്തെ ബന്ധ ദൂരായോണ്ട് പോണ്ടു, ഉമ്മാപ്പൊരുട്ടുള്ള അങ്ങനത്തെ ബന്ധ ദൂരായോണ്ട് പോണ്ടു. ഒരിക്കവും അങ്ങനെ ആവുകത്തീരാ. ഞങ്ങള് മക്കൾക്ക് എത്ര ടൈം സ്പെൻഡ് ആക്കുക അതെല്ലാം ഞങ്ങൾ ആക്കിട്ട് തീരണോ. ഇത് ഞങ്ങൾ മക്കള് ಬೆಳವಣಿಗೆಗುಳ್ಳಂತೋ നല്ല ഒരു മാർഗമായിട്ടിക്കട്. അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ.